സോ നമുക്ക് സി എഫ് ആറിൽ നമ്മളുടെ MQPയിൽ പുതിയ ഡിസംബർ 2025 MQPയിൽ വന്നിട്ടുള്ള കൺസോൾട്ടേഷൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യാം. സോ ഇവിടെ നമ്മൾ ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്, ഇതുവരെ ടെക്സ്റ്റ് ബുക്കിലൊന്നും കണ്ടിട്ടില്ല. കൺസോളിഡേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം എങ്ങനെയാണ് കൺസോളിഡേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ നോർമൽ നമ്മളുടെ ഷെഡ്യൂൾ 3 ഫോർമാറ്റിൽ തന്നെയാണ് കൺസോളിഡേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. സോ നമ്മളുടെ ഹോൾഡിംഗ് കമ്പനിയുടെ ഇൻകം ആണെന്നുണ്ടെങ്കിലും പ്ലസ് സബ്സിഡറി കമ്പനി, ഓക്കെ. സോ ഹോൾഡിംഗ് കമ്പനി പ്ലസ് സബ്സിഡറി കമ്പനിയുടെ ഇൻകം നമ്മൾ ആഡ് ഓൺ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇൻകം എക്സ്പെൻസ് കൊടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, ഇൻകം എക്സ്പെൻസ് ആണ് വെച്ചാലും ഹോൾഡിംഗ് കമ്പനി പ്ലസ് സബ്സിഡറി കമ്പനീൻ്റെ ആഡ് ചെയ്യണം. സോ ഇവിടെ ആകെ ഒരൊറ്റ അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യാനുള്ളത്, ശ്രദ്ധിക്കാനുള്ളത് കേട്ടോ. സോ ആകെ ഒരൊറ്റ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടുള്ളൂ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർ കമ്പനി ട്രാൻസാക്ഷൻസ്. ഇന്റർ കമ്പനി ട്രാൻസാക്ഷൻസ് എന്താ ഇന്റർ കമ്പനി ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾഡിംഗ് കമ്പനി ടു സബ്സിഡറി കമ്പനി തമ്മിലുള്ള ട്രാൻസാക്ഷനും സബ്സിഡറി കമ്പനി ടു ഹോൾഡിംഗ് കമ്പനി തമ്മിലുള്ള ട്രാൻസാക്ഷൻസുകളും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യണം, എലിമിനേറ്റ് ചെയ്യണം. ഓക്കെ, ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് മാത്രമാണ് ഈ ഒരു കൺസോളിഡേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമുക്ക് വരുന്നത് കേട്ടോ. സോ അപ്പോൾ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നമ്മളെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളതാണ്. സോ ഫോർ മെനി ഇയേഴ്സ്, സോ എച്ച് ലിമിറ്റഡ് ഈസ് ഹെൽഡ് 80% ഓർഡിനറി ഷെയർസ് ഓഫ് എസ് ലിമിറ്റഡ് ആൻഡ് 30% ഓർഡിനറി ഷെയർസ് ഓഫ് എ ലിമിറ്റഡ്. ദാറ്റ് മീൻസ് എസ് ലിമിറ്റഡ് എന്ന് പറയുന്നത് നമ്മുടെ സബ്സിഡറി കമ്പനിയും എ ലിമിറ്റഡ് എന്ന് പറയുന്നത് നമ്മുടെ അസോസിയേറ്റ് കമ്പനിയുമാണ് അല്ലേ. സോ ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഈസ് നീഡഡ് to prepare consolidated statement of profit and loss account for the year ended 31st March 2024. സോ ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വന്നിട്ടുണ്ട്. റവന്യൂ എക്സ്പെൻസിൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ്, എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ്, ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസ്, അതർ എക്സ്പെൻസ്, ടോട്ടൽ എക്സ്പെൻസ്, പ്രോഫിറ്റ് ബിഫോർ ടാക്സ്, ടാക്സ്, പ്രോഫിറ്റ് ഫോർ ദ പീരിയഡ് തന്നിട്ടുണ്ട്. സോ ഇനി ദർ വേർ നോ ഐറ്റം ഓഫ് അതർ കോംപ്രിഹെൻസീവ് ഇൻകം ഇൻ ദ ഇയർ. സോ നമ്മളെ അതർ കോംപ്രിഹെൻസീവ് ഇൻകത്തിൽ വേറെ ഐറ്റംസുകളൊന്നുമില്ല. അറ്റ് ദ അക്വിസിഷൻ ഡേറ്റിലെ ഫെയർ വാല്യൂ ഓഫ് എസ് പ്ലാന്റ് ആൻഡ് മിഷനറി വിച്ച് ഈസ് റിമൈനിങ് യൂസ്ഫുൾ ലൈഫ് ഫോർ 10 years എക്സീഡ് ദ ബുക്ക് വാല്യൂ ബൈ 15,000. അവിടെ ഒരു റീവാലുവേഷൻ ഗെയിൻ ഉണ്ട്. സോ ഒരു 15,000 രൂപ നമ്മളുടെ അസറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വാല്യൂ കൂടിയിട്ടുണ്ട്. സോ അത് റീവാലുവേഷൻ റിസർവ് ആണ്, റീവാലുവേഷൻ ഗെയിനിലോട്ട് പോകും. ഓക്കെ, സോ അത് കാരണം നമുക്ക് എന്തുണ്ടാകും, ഒരു അഡീഷണൽ ഡിപ്രീസിയേഷൻ ഇവിടെ ഉണ്ടാകും അല്ലേ. സോ അപ്പോൾ അസറ്റിന്റെ വാല്യൂ കൂടുന്നത് ഒരിക്കലും P&L എഫക്റ്റ് ചെയ്യൂല, പക്ഷേ ഇത് കാരണം നമുക്ക് എന്തുണ്ടാകും, ഒരു അഡീഷണൽ ഡിപ്രീസിയേഷൻ ഉണ്ടാകും. ആ അഡീഷണൽ ഡിപ്രീസിയേഷൻ നമ്മളിവിടെ എടുക്കേണ്ടി വരും. സോ ഡ്യൂറിംഗ് ദ ഇയർ സോൾഡ് ഗുഡ്സ് ടു എച്ച് ഫോർ 20,000. ഇതൊരു ഇന്റർ കമ്പനി ട്രാൻസാക്ഷൻ ആണ്, അത് എലിമിനേറ്റ് ചെയ്യേണ്ടി വരും. അത് 25% മാർജിനിലാണ് ഈ സബ്സിഡറി കമ്പനി എന്ത് ചെയ്തിട്ടുള്ളത്, ഹോൾഡിംഗ് കമ്പനിയിലോട്ട് അയച്ചു കൊടുത്തിട്ടുള്ളത്. സോ അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ ഇതിൽ 60% ഗുഡ്സും സോൾഡ് ചെയ്തു പോയിട്ടുണ്ട്. ബാക്കി 40% ഗുഡ്സ് ആണ് നമ്മുടെ ഇൻവെന്ററിയിൽ കിടക്കുന്നത്. ദാറ്റ് മീൻസ് ഇവിടെ ഒരു സ്റ്റോക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രോഫിറ്റിൽ അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് നമ്മളുടെ ഹോൾഡിംഗ് കമ്പനി 60% അത് സെയിൽ ചെയ്ത് പോയി. ദാറ്റ് മീൻസ് ആ 60% ഗുഡ്സും നമ്മൾ എന്ത് ചെയ്തു, അതിലുള്ള പ്രോഫിറ്റ് ഒക്കെ നമ്മൾ റിയലൈസ് ചെയ്തു അല്ലേ. ബാക്കി 40% ഗുഡ്സ് ഇപ്പോഴും ഇൻവെന്ററിയിൽ കിടക്കുകയാണ്. അതിലുള്ള പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, റിയലൈസ് ചെയ്തിട്ടില്ല. സോ അവിടെ ഒരു അൺറിയലൈസ്ഡ് പ്രോഫിറ്റും ഉണ്ടാകും. നിങ്ങൾക്ക് അറിയാലോ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ്. സോ ദ ഗ്രൂപ്പ്സ് അക്കൗണ്ടിംഗ് പോളിസി ഈസ് ടു മെഷർ നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് യൂസിങ് പ്രൊപ്പോർഷനേറ്റ് ഷെയർ ഓഫ് നെറ്റ് അസറ്റ് മെത്തേഡ് ആണ്. സോ ദ ഗുഡ് വില്ല് ഇമ്പയർമെന്റ് ലോസ് ഉണ്ട്, ചാർജ് എടുത്തു അതർ എക്സ്പെൻസിലോട്ട് ചാർജ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓൺ 31st March 2024 ദ ഇൻവെസ്റ്റ്മെന്റ് ഇൻ എ ഹാവ് ബീൻ ഇമ്പയർഡ് ബൈ 2,500. സോ നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, 2,500 രൂപ ഇമ്പയർമെന്റ് ചെയ്തിട്ടുണ്ട്. സോ ഔട്ട് ഓഫ് വിച്ച് ദർ ഇസ് നോ ലോസ് ഇൻ ദി കറന്റ് ഇയർ. സോ അവിടെ കറന്റ് ഇയറിൽ നമുക്ക് ലോസ് ഒന്നും ഇല്ല എന്നും പറയുന്നുണ്ട്. ഓൺ January 2024 1st January ഹി എൻറ്റേർഡ് ഇൻ ടു എ കോൺട്രാക്ട് ടു പ്രൊവൈഡ് എ കസ്റ്റമർ വിത്ത് സപ്പോർട്ട് സർവീസ് ഫോർ ദ നെക്സ്റ്റ് 12 months. അടുത്ത 12 മാസത്തേക്ക് അവരൊരു കസ്റ്റമർ സപ്പോർട്ട് സർവീസ് ചെയ്തു കൊടുക്കാമെന്ന് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു. ഹി റിസീവ്ഡ് ഫുൾ പേയ്മെന്റ്. അതിനുവേണ്ടി ഇവർക്ക് ആ 45,000 രൂപയും അഡ്വാൻസ് ആയിട്ട് കിട്ടുന്നു. ഇവർ ഇതുവരെ സർവീസ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ജനുവരിയിലാണ് ഈ ഒരു സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളിപ്പോൾ 31st മാർച്ചിലാണ് നിൽക്കുന്നത്. ദാറ്റ് മീൻസ് അവരാകെ 3 മാസം മാത്രമാണ് ആ സർവീസ് ചെയ്തിട്ടുള്ളത്. അടുത്ത 12 മാസത്തിന്റെ സർവീസ് ചെയ്തു കൊടുക്കാനുള്ള പേയ്മെന്റ് ആണ് 45,000. ദാറ്റ് മീൻസ് അവിടെ ഒരു 3 മാസത്തിന്റെ റവന്യൂ മാത്രമേ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി 9 monthsന്റെ റവന്യൂ നമുക്ക് ബുക്ക് ചെയ്യാൻ കഴിയൂല.
ആൻഡ് ദിസ് എമൗണ്ട് റെക്കഗ്നൈസ്ഡ് ആസ് റവന്യൂ, അത് നമ്മൾ റവന്യൂ ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സോ ആ 9 monthsന്റെ റവന്യൂ നമ്മൾ എന്ത് ചെയ്യണം, എലിമിനേറ്റ് ചെയ്യണം. So prepare consolidated statement of profit and loss for the year ended 31st March 2024. So നമ്മളോട് കൺസോളിഡേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സോ 14 മാർക്കിനാണ് ഉള്ളത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സോ ഇവിടെ ഫുൾ കൺസോളിഡേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഹോൾഡിംഗ് സബ്സിഡറി മാത്രമാണ്. അസോസിയേറ്റ് കമ്പനീന്റെ നമ്മൾ എന്ത് ചെയ്യൂല, ഫുൾ കൺസോളിഡേഷൻ മെത്തേഡ് അല്ല യൂസ് ചെയ്യുന്നത് കേട്ടോ. സോ ഇവിടെ ശ്രദ്ധിക്കുക, ഹോൾഡിംഗ് സബ്സിഡറി കമ്പനി ആണെങ്കിൽ, ഹോൾഡിംഗ് കമ്പനി ടു സബ്സിഡറി കമ്പനി ആണെന്നുണ്ടെങ്കിൽ മാത്രം സോ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഫുൾ കൺസോളിഡേഷൻ മെത്തേഡ് ആണ് ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, ഫുൾ കൺസോളിഡേഷൻ മെത്തേഡ് ആണ്, ഫുൾ കൺസോളിഡേഷൻ മെത്തേഡ് ആണ് ഫോളോ ചെയ്യേണ്ടത്. പക്ഷേ നമ്മളുടെയൊക്കെ അസോസിയേറ്റ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം നമ്മളവിടെ ഇക്വിറ്റി മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ഐറ്റംസുകളും നമ്മൾ എന്ത് ചെയ്യണ്ട, നമ്മളുടെ കൺസോളിഡേറ്റഡ് പി ആൻഡ് എല്ലോട്ട് ആഡ് ചെയ്ത് എഴുതണ്ട അസോസിയേറ്റ് കമ്പനി ആണെങ്കിൽ. ഓക്കെ, സോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ആൻസറിലോട്ട് പോകാം. സിമ്പിൾ ആണ് കേട്ടോ, ഇതൊക്കെ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാം. സോ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ നമ്മൾ ഒരു കൺസോളിഡേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. March 31, 2024. ഓക്കെ, സോ ഷെഡ്യൂൾ 3 ഫോർമാറ്റിലാണ് ചെയ്യേണ്ടത് കേട്ടോ. സോ റവന്യൂ ഫ്രം ഓപ്പറേഷൻ, റവന്യൂ ഫ്രം ഓപ്പറേഷൻ. സോ ശ്രദ്ധിക്കുക, സോ ഇവിടെ നമ്മൾ ഹോൾഡിംഗ് കമ്പനി പ്ലസ് സബ്സിഡറി കമ്പനിയാണ് നമ്മൾ എടുക്കുക കേട്ടോ. ഹോൾഡിംഗ് കമ്പനി പ്ലസ് സബ്സിഡറി കമ്പനി 5,10,000 പ്ലസ് 1,90,000, 5,10,000 പ്ലസ് 1,90,000 ഹോൾഡിംഗ് കമ്പനിയുടെ സബ്സിഡറി ഇത് ആഡ് ചെയ്തു. ഇനി നമ്മളുടെ റവന്യൂല് എന്തെങ്കിലും ഇന്റർ കമ്പനി ട്രാൻസാക്ഷൻസ് ഉണ്ടോ എന്നുള്ളത് നോക്കണം. സോ അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഫസ്റ്റ് പോയിന്റ് ഇതാണ് നമ്മൾ നോക്കേണ്ടത്. സോ എസ് സോൾഡ് ഗുഡ്സ് ടു എച്ച് ഫോർ 20,000 രൂപക്ക് ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഗുഡ്സ് സോൾഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഈ എസിന്റെ റവന്യൂല് 20,000 രൂപ നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. അത് ഇന്റർ കമ്പനി ട്രാൻസാക്ഷൻ ആണ് കേട്ടോ. ഓക്കെ, അതെന്താണ്, ഇന്റർ കമ്പനി ട്രാൻസാക്ഷൻസ് ആണ്. സോ ലെസ് 20,000 ലെസ് ചെയ്യണം. ഓക്കെ, സോ ഇനി നമുക്ക് ഒരു ഐറ്റം കൂടി നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ലെസ് ചെയ്യാനുണ്ട്. സോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഐറ്റം. സോ ഇവിടെ കണ്ടോ, ഓൺ 1st January ഹി എൻറ്റേർഡ് ഇൻ ടു കോൺട്രാക്ട് പ്രൊവൈഡ് കസ്റ്റമർ വിത്ത് സപ്പോർട്ട് സർവീസ് ഫോർ നെക്സ്റ്റ് 12 months. സോ അവർക്ക് ഫുൾ പേയ്മെന്റ് 45,000 അഡ്വാൻസ് ആയിട്ട് കിട്ടി. അത് മൊത്തം ഒരു റവന്യൂ ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തു എന്നല്ലേ പറയുന്നത് ഹോൾഡിംഗ് കമ്പനി. അവരെ പക്ഷേ ശരിക്കും 3 മാസത്തിന്റെ മാത്രമല്ലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ശരിക്കും എത്രയാണ് നമ്മളുടെ പിന്നെ ബാക്കി 9 monthsന്റെ എത്രയായിരിക്കും വരിക. സോ പിന്നെ നമുക്ക് വർക്കിംഗ് നോട്ട് 1 ആയിട്ട് ചെയ്യാം. So 45,000 into 9/12. സോ 33,750. സോ ഇത്രയും എന്ത് ചെയ്തിട്ടില്ല, അവർ പെർഫോമൻസ് ചെയ്തിട്ടില്ല കേട്ടോ. സോ അതുകൊണ്ട് നമ്മൾ അതിവിടെ ലെസ് ചെയ്യുന്നു. ഓക്കെ, സോ അപ്പോൾ എത്രയായിരിക്കും വരിക, നമ്മളുടെ എമൗണ്ട് എത്രയായിരിക്കും വരിക, 6,46,250. ഓക്കെ, സോ അത്രയേ ഉള്ളൂ റവന്യൂ ഫ്രം ഓപ്പറേഷൻസ്. സോ ടോട്ടൽ ചെയ്യാം 6,46,250. സോ നെക്സ്റ്റ് നമ്മളുടെ എക്സ്പെൻസ് ആണ്. സോ അതിൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ്, കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് കേട്ടോ.
സോ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡിൽ സോ നമുക്ക് ആദ്യം ഹോൾഡിംഗ് കമ്പനിയുടെയും സബ്സിഡറി കമ്പനിയുടെയും ആഡ് ചെയ്യണം. 98,000 പ്ലസ് 62,500, 98,000 പ്ലസ് 62,500 അല്ലേ. സോ ഇനി നമുക്കറിയാം ഇവിടെ ഒരാളുടെ ഇതിപ്പോൾ ശ്രദ്ധിക്കുക, എസ് സോൾഡ് ഗുഡ്സ് ടു എച്ച് ഫോർ 20,000 എന്ന് പറയുമ്പോൾ അത് എസ് ലിമിറ്റഡിൻ്റെ സെയിൽസും ആണ്, എന്നാൽ എച്ച് ലിമിറ്റഡിൻ്റെ പർച്ചേസും ആണ്. അപ്പോൾ അത് എച്ച് ലിമിറ്റഡിൻ്റെ പർച്ചേസിൽ നിന്നും അത് കുറക്കണം കേട്ടോ. ഇന്റർ കമ്പനി എലിമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ സെയിൽസ് ആണ് വെച്ചെങ്കിൽ മറ്റാളുടെ പർച്ചേസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ രണ്ട് സ്ഥലത്തു നിന്നും എന്ത് ചെയ്യണം, റെഡ്യൂസ് ചെയ്യണം. മനസ്സിലായില്ലേ? ഓക്കെ. സോ പിന്നെ നമുക്ക് ഇവിടെ ഒരു അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഉണ്ടാകും. എന്താണ് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് എന്ന് വെച്ചാൽ, ഇവിടെ ഈ 20,000 രൂപക്ക് സോൾഡ് ചെയ്തല്ലോ, ഈ 20,000 രൂപ 25% പ്രോഫിറ്റിലാണ് വിറ്റിട്ടുള്ളത്. സോ അതിലൊരു അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഉണ്ട്. സോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വർക്കിംഗ് നോട്ട് എടുക്കാം. വർക്കിംഗ് നോട്ട് 2, കാൽക്കുലേഷൻ ഓഫ് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ്. അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് എത്രയാണ് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് എന്നുള്ളത് നോക്കാം. സോ ഒരു 20,000 രൂപയുടെ ഗുഡ്സ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, സെയിൽ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ 25% എന്ത് പ്രോഫിറ്റ് വരുന്നത് അല്ലേ. സോ 20,000ൻ്റെ 25% എന്ന് പറയും. സോ 5,000 റുപ്പീസ്. ഓക്കെ. സോ ഇതാണ് 25,000. പക്ഷേ ഇങ്ങനെ ചെയ്യണ്ട, ഒരു മിനിറ്റ്. 20,000-ൽ 60% വിറ്റ് പോയിട്ടുണ്ട് അല്ലേ, ബാക്കി 40% അല്ലേ വരുള്ളൂ. അപ്പോൾ 20,000ൻ്റെ 40% മാത്രം, അതിലെ മാത്രമേ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഉണ്ടാകുള്ളൂ. ബാക്കി 60% വിറ്റ് പോയിട്ടില്ലേ. സോ 8,000. ഇതിൻ്റെ 25% ആണ് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് കേട്ടോ. സോ ദാറ്റ് മീൻസ് 2,000 റുപ്പീസ്. സോ ഇത് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ആണ്. ഇത് ഈ 20,000-ൽ ഉണ്ടാകും. ഈ 20,000 എന്ന് പറയുന്നതിൽ എന്തുണ്ട്, ഇത് നമ്മൾ പർച്ചേസ് ചെയ്താണല്ലോ. അപ്പോൾ ആ 20,000-ൽ എന്തുണ്ട്, അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഉണ്ടാകും. ശരിക്കും 20,000 ഉണ്ടാവില്ല. മനസ്സിലായോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് 2,000. ഓക്കെ. സോ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ്. സോ ഇത് പ്രോഫിറ്റ്, ഇത് എന്താണ്, എക്സ്പെൻസിൽ ആഡ് ചെയ്യാണ് വേണ്ടത് കേട്ടോ. പ്രോഫിറ്റ് ഒന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രോഫിറ്റിൽ നിന്ന് ലെസ് ചെയ്യാണ്. അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് നമ്മൾ ശരിക്കും ഒഴിവാക്കുകയാണ് വേണ്ടത്. അപ്പോൾ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ശരിക്കും റവന്യൂ അല്ലേ വരിക. അപ്പോൾ അത് നമ്മൾ ഒന്നില്ലെങ്കിൽ എക്സ്പെൻസിൽ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ പ്രോഫിറ്റിൽ നിന്ന് ലെസ് ചെയ്യുക. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മളുടെ ഈ 20,000-ൽ ശരിക്കും എന്താണ് പറയുക, 18,000 രൂപ മാത്രമേ വരുള്ളൂ. മനസ്സിലായോ? ശരിക്കും ഇത് പർച്ചേസ് എത്രയേ ഉള്ളൂ, 18,000 ഉള്ളൂ. കാരണം 20,000 രൂപക്ക് സെയിൽ ചെയ്താലും അതിൽ 2,000 അവർ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ആണ്. അപ്പോൾ എഫക്റ്റീവ്ലി 18,000 വരിക. മനസ്സിലായില്ലേ? ഓക്കെ. സോ അപ്പോൾ അത് റെഡിയായി. സോ അപ്പോൾ എത്രയായിരിക്കും വരിക, 1,42,500. ഓക്കെ. നെക്സ്റ്റ് എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ്. എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ്. ഓക്കെ. എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസിൽ നമുക്ക് വരുന്നത് 1,70,000 25,000 ആണ് കേട്ടോ. 1,70,000 25,000. 1,70,000 25,000. 1,90,000. ഓക്കെ. സോ നെക്സ്റ്റ് ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസ്. ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസ് അതും ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. 12,000 7,500. സോ ഇവിടെ ഒരു അഡീഷണൽ ഡിപ്രീസിയേഷൻ ഉണ്ടാവും കേട്ടോ. സോ വർക്കിംഗ് നോട്ട് 3, ഒരു അഡീഷണൽ ഡിപ്രീസിയേഷൻ ഉണ്ടാകും. എന്താണ് അഡീഷണൽ ഡിപ്രീസിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു 15,000 രൂപ നമ്മളെ അസറ്റിൻ്റെ വാല്യൂ കൂടിയില്ലേ. അപ്പോൾ അതിൻ്റെ റിമൈനിങ് യൂസ്ഫുൾ ലൈഫ് 10 ആണ്. അപ്പോൾ അഡീഷണൽ ഡിപ്രീസിയേഷൻ ഈക്വൽ ടു 15,000 അസറ്റിൻ്റെ വാല്യൂ കൂടി ഡിവൈഡ് ബൈ 10, 1,500 രൂപ ആയിരിക്കും ഒരു വർഷത്തിൻ്റെ അഡീഷണൽ ഡിപ്രീസിയേഷൻ. സോ ഇവർ അക്വയർ ചെയ്തിട്ടുള്ള അക്വിസിഷൻ ഡേറ്റിലാണ് അല്ലേ. സോ അപ്പോൾ അഡീഷണൽ ഡിപ്രീസിയേഷൻ 1,500 വരും. സോ അപ്പോൾ ഒരു 1,500 കൂടിയും അഡീഷണൽ ഡിപ്രീസിയേഷൻ എടുക്കണം. സോ 21,000 കേട്ടോ. സോ നെക്സ്റ്റ്
ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസ് കഴിഞ്ഞാൽ അതർ എക്സ്പെൻസ്. സോ അതർ എക്സ്പെൻസിൽ ഇവിടെ എത്ര വരിക? 1,30,000 35,000 അല്ലേ? സോ 1,30,000 പ്ലസ് 35,000. സോ ഇനി ഇവിടെ നമുക്ക് ഒരു ഗുഡ് വില്ലിൻ്റെ ഒരു ഇമ്പയർമെൻ്റ് ഉണ്ട് കേട്ടോ. സോ ഇവിടെ ഒരു ഗുഡ് വിൽ ഇമ്പയർമെൻ്റ് ഉണ്ട് അല്ലേ? സോ ഗുഡ് വിൽ ഇമ്പയർമെൻ്റ് എത്ര ഗുഡ് വിൽ ഇമ്പയർമെൻ്റ് ഇവിടെ ഉള്ളത്? സോ ദ ഗുഡ് വിൽ ഇമ്പയർമെൻറ്റ് ലോസ് 1,200 വിച്ച് ഷുഡ് ബി ചാർജ്ഡ് ടു അതർ എക്സ്പെൻസിലോട്ട് ചാർജ് ചെയ്യണം. സോ ഒരു 1,200 അതർ എക്സ്പെൻസിലും വരും കേട്ടോ. ഓക്കെ, സോ അപ്പോൾ നമ്മളുടെ ടോട്ടൽ എക്സ്പെൻസ് അതർ എക്സ്പെൻസ് എത്ര വരും? 1,66,200. സോ 1,66,200. സോ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കേട്ടോ. $1,21,550. സോ ഇനി നമ്മൾ നെക്സ്റ്റ് ഇപ്പോൾ നമ്മൾ സബ്സിഡറി കമ്പനി മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ അല്ലേ? സബ്സിഡറി കമ്പനീൻ്റെ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. സോ ഇനി നമ്മൾ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഇക്വിറ്റി മെത്തേഡിൽ നമ്മൾ ആ ഒരു ഷെയർ ഓഫ് പ്രോഫിറ്റ് മാത്രമേ എടുക്കുള്ളൂ. അസോസിയേറ്റ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയാണ് 30% ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ 30% ഷെയർ ഓഫ് പ്രോഫിറ്റ് മാത്രമാണ് നമ്മൾ എടുക്കുക കേട്ടോ. സോ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓഫ് അസോസിയേറ്റ് കമ്പനി. സോ അസോസിയേറ്റ് കമ്പനീൻ്റെ പ്രോഫിറ്റ് ഷെയർ എത്ര ഉണ്ട്? നമുക്ക് അസോസിയേറ്റ് കമ്പനീൻ്റെ പ്രോഫിറ്റ് 28,000 ആണ് അവരുടെ പ്രോഫിറ്റ് അല്ലേ? സോ അപ്പോൾ ആ 28,000ൻ്റെ 30% മാത്രമാണ് നമുക്ക് കിട്ടുക അല്ലേ? സോ ഇതാണ് ഇക്വിറ്റി മെത്തേഡ് കേട്ടോ. ഇവിടെ ഫുൾ കൺസോൾട്ടേഷൻ ഇല്ല, നമ്മൾ ആ ഒരു 30% മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എടുക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ എത്ര വരും നമ്മളുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് വരും? 28,000ൻ്റെ 30%. സോ 8,400 ആണ് വരിക കേട്ടോ. ഓക്കെ, സോ പിന്നെ ഇവിടെ ഇത് കണ്ടോ, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എ അസോസിയേറ്റ് കമ്പനിയിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തപ്പോൾ 2,500 രൂപ ഇമ്പയർമെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. വിച്ച് ദർ ഈസ് നോ ലോസ് ഇൻ ദി കറൻറ്റ് ഇയർ. ഇവിടെ ഈ വർഷം ലോസ് ഒന്നുമില്ല, അതുകൊണ്ട് നമ്മൾ ഈ വർഷം അതൊന്നും എടുക്കുന്നില്ല കേട്ടോ. സോ ഈ വർഷം നമ്മൾ ലോസ് ഒന്നും എടുക്കുന്നില്ല. ഓക്കെ, സോ ഇനി നമ്മൾ എന്ത് ചെയ്യണേ? ടാക്സ് ലെസ് ചെയ്യണം അല്ലേ? സോ നമുക്ക് ടാക്സ് എന്ത് ചെയ്യാനുണ്ട്? ലെസ് ചെയ്യാനുണ്ട്. ഇത് രണ്ടും കൂടി കൂട്ടുക കേട്ടോ. സോ 1,29,950 വരും. സോ ഇനി ടാക്സ് എക്സ്പെൻസ് നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. സോ സബ്സിഡറി കമ്പനി ഹോൾഡിംഗ് കമ്പനിയുടെ ടാക്സ്. സോ 33,000 ആൻഡ് 24,000. സോ 57,000 ആണ് ടാക്സ് എക്സ്പെൻസ്. സോ അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ഫോർ ദ പീരിയഡ് കിട്ടും. പ്രോഫിറ്റ് ഫോർ ദ പീരിയഡ്. സോ 57,000 കൂടി ലെസ് ചെയ്യുന്ന സമയത്ത് സോ 72,950 ആണ് കിട്ടുക. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ പ്രോഫിറ്റ്, കൺസോളിഡേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്. സോ ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ബാക്കി പോർഷൻസും കൂടിയും എഴുതാം. സോ അപ്രോപ്രിയേഷൻ. സോ ഈ പ്രോഫിറ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ് കേട്ടോ. ഓക്കെ, സോ ഇറ്റ് ഈസ് ഇതിൽ 72,950ൽ ഇക്വിറ്റി ഹോൾഡേഴ്സ് ഓഫ് പാരൻ്റ്
സോ അത് ബാലൻസിങ് ഫിഗർ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. സോ നമുക്ക് NCI കാൽക്കുലേറ്റ് ചെയ്യാം, എന്നിട്ട് ബാക്കി അല്ലേ. സോ ടോട്ടൽ 72,950 ആണ് വരിക. സോ ഇവിടെ നമ്മൾ NCI കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ NCI ഷെയർ ഓഫ് പ്രോഫിറ്റ്, NCI ഷെയർ ഓഫ് പ്രോഫിറ്റ് എത്ര വരും എന്നുള്ളത് നോക്കണം. ഓക്കെ, സോ NCI ഷെയർ ഓഫ് പ്രോഫിറ്റ് നോക്കുമ്പോൾ സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളുടെ സബ്സിഡറി കമ്പനീൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 36,000 അല്ലേ നമ്മളെ സബ്സിഡറി കമ്പനീൻ്റെ പ്രോഫിറ്റ് 36,000. സോ അപ്പോൾ പ്രോഫിറ്റ് ഓഫ് സബ്സിഡറി കമ്പനി ഇതിലാണല്ലോ NCIക്ക് അവകാശമുള്ളത്. സോ പ്രോഫിറ്റ് ഓഫ് സബ്സിഡറി കമ്പനി എസ് ലിമിറ്റഡ് സോ 36,000 ആണ്. സോ ഇതിൽ നമ്മൾ ആൾറെഡി അഡീഷണൽ ഡിപ്രീസിയേഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇവരുടെ ഒരു അസറ്റ് റീവാല്യൂ ചെയ്തിട്ടുണ്ട് 15,000 രൂപ. അത് കാരണം ഒരു അഡീഷണൽ ഡിപ്രീസിയേഷൻ ഒരു 1,500 രൂപ നമ്മൾ ഈ ഒരു പ്രോഫിറ്റിൽ നിന്ന് ലെസ് ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ ഇവിടെ ഒരു അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഉണ്ട്. ഈ സബ്സിഡറി ഹോൾഡിംഗ് കമ്പനിക്ക് സെയിൽ ചെയ്തതാണ്, അതുകൊണ്ട് ഇവരുടെ പ്രോഫിറ്റിൽ ഉണ്ടാവുക. സബ്സിഡറി ഹോൾഡിംഗ് കമ്പനിക്ക് സെയിൽ ചെയ്തതാണ്, അപ്പോൾ സബ്സിഡറി കമ്പനീൻ്റെ പ്രോഫിറ്റിലാണ് അത് ഉണ്ടാവുക അല്ലേ. അതുകൊണ്ട് ആ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഒരു 2,000 നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ. അതും നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് വരുന്നുണ്ടായിരിക്കുക 32,500 ആണ്. സോ ഇതിൽ NCIൻ്റെ ഷെയർ എന്ന് പറയുന്നത് എത്രയായിരിക്കും വരിക? NCIൻ്റെ ഷെയർ എന്ന് പറയുന്നത് നമ്മൾ 80% ആണ് ഹോൾഡ് ചെയ്യുന്നത്. സോ ബാക്കി 20% ആണ് ഇവർ ഹോൾഡ് ചെയ്യുന്നുണ്ടാകുക അല്ലേ. സോ ദാറ്റ് മീൻസ് 6,500 ആണ് ഇവർ ഹോൾഡ് ചെയ്യുന്നുണ്ടാകുക. ഓക്കെ, സോ അപ്പോൾ NCIൻ്റെ ഷെയർ 6,500 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? NCIൻ്റെ ഷെയർ അവർക്ക് അങ്ങോട്ട് കൊടുക്കുക, 6,500 രൂപ അവർക്ക് കൊടുക്കുക. ബാക്കി എത്ര ഉണ്ടോ അത് മൊത്തം പാരൻറ്റിനുള്ളതാണ് കേട്ടോ. ഓക്കെ, സോ 72,950ൽ ബാക്കി 6,500 കഴിഞ്ഞാൽ ബാലൻസ് 66,450 രൂപ. സോ ഇത് ടോട്ടൽ നമ്മളുടെ പാരൻറ്റിനുള്ള എമൗണ്ട് ആണ്. ഓക്കെ, സോ നമ്മളുടെ പ്രോഫിറ്റ് ഇത്രയേ ഉള്ളൂ. കൺസോളിഡേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സിമ്പിളാണ്, വന്നു കഴിഞ്ഞാൽ ലെക്കാണ്. സോ നേരെ പഠിച്ചോ കേട്ടോ. ഓക്കെ, സോ താങ്ക് യു.